ഉണ്ട്. അപ്പന്റെ വാവുമാറാൻ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കുമോ പ്ലീസ്? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കൃഷ്ണവേണിയുടെ അച്ഛനും അമ്മയാണ്. മോൾക്ക് 1 വയസ്സുള്ളപ്പോൾ ഒരു സർജറി കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഹൈഡ്രോസഫാലസ് എന്ന് പറഞ്ഞിട്ട് ഒരവസ്ഥയായിട്ട് തലയിൽ വെള്ളം കെട്ടി നടക്കുന്നത് ഒരവസ്ഥയായിരുന്നു. മേജർ സർജറി ആയിരുന്നു. അത് സക്സസ് ആയി. പിന്നെ 2 വയസ്സായപ്പോഴാണ് അവൾക്ക് സാധാരണ കുട്ടികൾക്കുള്ള ഒരു വളർച്ച ഇല്ല എന്ന് മനസ്സിലായത്. അപ്പൊ അവൾക്കൊരു ലാരോണ്ടാർഫിസം എന്നുള്ള ഒരു അസുഖമാണെന്നാണ് പറയണത്. ആ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു അസുഖം കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് അങ്ങനെ കണ്ടുപിടിച്ചത്. ലോകത്ത് തന്നെ 150 കേസേ ഉള്ളൂ. സാധാരണ ഒരു ഗ്രോത്ത് ഹോർമോണിന്റെ കുറവല്ല. ഇഞ്ചക്ഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണത് ഞങ്ങളിപ്പോ ആദ്യം വീണ്ടും മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ദീപ മാഡത്തിനെ പോയി കാണുന്നുണ്ടായി. അപ്പൊ പറഞ്ഞേക്കണത് ആ ഇഞ്ചക്ഷൻ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പുറത്തുനിന്ന് വരുത്തണം എന്നുണ്ടെങ്കിൽ 1 മാസത്തേക്ക് അവൾക്ക് 2,40,000 രൂപയോളാവും എന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും 16 വയസ്സ് വരെയാണ്. ചുരുങ്ങിയത് ഒരു 5 വർഷമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു കുഞ്ഞു റിസൾട്ട് എങ്കിലും കിട്ടുള്ളൂ എന്നാണ് പറയണത്. അപ്പോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് 2 മാസത്തെ ഒരു ചികിത്സ പോലും സ്വപ്നം കാണാൻ പോലും പറ്റില്ല. എല്ലാവരും സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ മോളുടെ ട്രീറ്റ്മെന്റ്. നമസ്കാരം, ഞാൻ വാർഡ് മെമ്പറാണ് സന്ധ്യ സജീവൻ. കൃഷ്ണവേണി എന്ന മകളുടെ ചികിത്സാ സഹായനിധിയുടെ ചെയർമാനാണ്. 100% അർഹതപ്പെട്ട കുടുംബമാണ്. നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണം ചെയ്യുക. ഞാൻ ആർട്ടിസ്റ്റ് അജൻ മുദ്ര, ഇന്നത്തുകാരനാണ്. ഞാൻ അനീഷ് കുന്നത്ത്, കൃഷ്ണവേണി ചികിത്സാ സഹായനിധിയുടെ മെമ്പറാണ്. ഞാൻ നവീൻ തേമാത്ത്, CPIയുടെ പ്രതിനിധിയാണ്. ചികിത്സാ സഹായനിധിയുടെ കമ്മിറ്റി അംഗമാണ്. ഞാൻ AK ശശി, CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഈ സഹായനിധിയുടെ കമ്മിറ്റി മെമ്പറാണ്. ഞാൻ ഷാഫി കല്ലുപറമ്പിൽ, INDC മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ്, ഈ ചികിത്സാ സഹായനിധിയുടെ കൺവീനറാണ്. നമസ്കാരം, ഞാൻ സാജ കച്ചേരിയാണ്. അപ്പോ കൃഷ്ണവേണിയുടെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അപ്പോ ഇതാണ് കൃഷ്ണവേണിയുടെ അവസ്ഥ. അപ്പൊ ഞാൻ ഇനി കൂടുതൽ അതിനെപ്പറ്റി വിവരിക്കുന്നില്ല. കൃഷ്ണവേണി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗാണ്. കുട്ടി പാട്ട് കൊണ്ടും കഥ പറഞ്ഞിട്ടും ഒക്കെ. അപ്പൊ ആ കുട്ടിക്ക് ഒരു മാസത്തിലെ ചികിത്സയ്ക്ക് 2,40,000 രൂപ ഒരു മാസം ചികിത്സയ്ക്ക് വേണം. അങ്ങനെ മിനിമം 5 വർഷം ചികിത്സ നടത്തിയാലേ കുട്ടി സാധാരണ ഒരു കുട്ടികളെ പോലെ വളരുള്ളൂ. അപ്പോ അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ച ഇതുപോലെ നിൽക്കും. അപ്പൊ ഇത് കാണുന്ന നല്ലവരായ മനുഷ്യ സ്നേഹികൾ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്തിട്ട് ഇവർക്ക് വേണ്ട സഹായം എല്ലാവരും എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണം. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. പിന്നെ കുട്ടിയുടെ വീഡിയോസ് ഒരുപാട് പേജുകളിൽ പോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ആ പേജിന്റെ ആളുകൾ കാണണമെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ മോളുടെ ഈ വീഡിയോ ഒന്ന് എല്ലാ പേജുകളിലും ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ അപേക്ഷിക്കുകയാണ്. മാക്സിമം എല്ലാവരും സഹകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. 100% അർഹതപ്പെട്ട ഒരു കേസാണ്. ഈ മോളെ നമുക്കൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണം. ഓക്കെ.